അപ്പോൾ ഈ സ്പെഷ്യൽ അച്ചീവ്മെന്റ് നമ്മൾ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്? ഞാൻ പ്രധാനമായിട്ട് പറയുന്നെങ്കിൽ എൻ്റെ വീട്ടുകാർക്കാണ്. പഠിക്കാനുള്ള മനസ്സിലുപരി നമ്മുടെ പഠിക്കാനൊരു സാഹചര്യം ഒരുക്കി തരിക എന്നതല്ലേ വലിയ കാര്യം. അപ്പോൾ അവരെനിക്ക് നല്ല രീതിയിലൊരു സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് സഹകാരിക്കാണ്. മെയിനായിട്ട് ഞാൻ സഹകാരിയിലേക്ക് വരുന്നത് എൻ്റെ 2 സുഹൃത്തുക്കൾ റെഫർ ചെയ്തിട്ടാണ്. അപ്പോൾ അവർക്കും ഞാൻ ഈ വിജയം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സഹകാരി റേസ് പ്ലസിന്റെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സക്സസ് സ്റ്റോറി സീരീസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റാങ്ക് ഹോൾഡറാണ് നമ്മളോടൊപ്പം ഉള്ളത്. റാങ്ക് തന്നെ ആദ്യം പറയാം. നമ്മുടെ 404 പേരുടെ റാങ്ക് ലിസ്റ്റിൽ 6ാം റാങ്ക് ഹോൾഡറായിട്ടുള്ള അനീഷാണ് നമ്മുടെ കൂടെ നിന്നുള്ളത്. അപ്പോൾ അനീഷ് ബേസിക്കലി സഹകാരിയുടെ ആദ്യത്തെ ഓഫ്ലൈൻ ബാച്ച് അല്ലേടാ? അതെ അതെ. അതായത് നമുക്ക് തമ്പാന് തുടങ്ങുന്നതിന് മുന്നേ വട്ടപ്പാറത്തെ ഒരു ചെറിയ സ്ഥലത്തുള്ള ഒരു ചെറിയ 10-20ഓളം കുട്ടികൾ മാത്രം വരുന്ന ആദ്യത്തെ ഓഫ്ലൈൻ ബാച്ചിലാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നത്. അന്ന് എനിക്കൊന്ന് മേഘയുടെ ശാമിൻ്റെ ബാച്ചില്ലേ? അതെ അതെ. ആ ബാച്ചിൽ വന്ന് ഇപ്പൊ എല്ലാവരും ഇപ്പൊ നിലവിൽ പ്ലേസ്ഡ് ആയി. നീ പിന്നെ CSCB ഡിലേ വന്ന? CSCBയിൽ എനിക്ക് ഇംഗ്ലീഷ് എത്തി പാടായിരുന്നു. അപ്പോൾ അതിൽ ഇത്തിരി ബാക്കിലോട്ടാണ്. അപ്പോൾ ആ ഒരു ബാക്ക് ഡ്രോപ്പ് വന്ന സംഭവം നമ്മൾ എവിടെ പരിഹരിച്ചു? അത് നമ്മൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരിഹരിച്ചു. പക്ഷെ അന്ന് ഇവർ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാവരുടെയും മൈൻഡിൽ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആണ് അല്ലേ? അതെ അതെ. അപ്പോൾ നമുക്ക് എങ്ങനെ വന്നാലും 1 വർഷത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ അന്ന് വന്നില്ല. 1-1.5 വർഷം കൂടെ നീണ്ടുപോയി. എന്തായാലും ഏകദേശം നമ്മളെ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ വന്നു അല്ലേ? വന്നു. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ A ബാച്ച് നിന്ന് പഠിച്ചിറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്ക് നീ ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു? നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഞാൻ ഓൺലൈൻ ബാച്ചിലായിരുന്നു. അപ്പോൾ നമ്മൾ ഓഫ്ലൈനിൽ അത്ര എഫക്റ്റീവ് ആയി വരുന്നില്ല. ഓഫ്ലൈനിൽ ഞാൻ ഓഫ്ലൈനിൽ ഇരുന്ന് പഠിച്ച് ശീലിച്ചുകൊണ്ട് ആദ്യം ഓൺലൈനിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കണ്ടിന്യൂസ് രാജേഷ് ക്ലാസ് ഒക്കെ വരുന്നതോടും പിന്നെ എന്ന് മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ പതിയെ ട്രാക്കിലായി വന്നായിരുന്നു. പിന്നെ കുഴപ്പമില്ലായിരുന്നു. വീട്ടിൽ ഞാൻ ഒരുമിച്ച് എല്ലാവരുമായിട്ട് ഇരുന്ന് പഠിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ ആയി. അപ്പോഴത്തേക്ക് മെന്റർഷിപ്പ് ആയിരുന്നല്ലോ? എൻ്റെ മേഘയായിരുന്നു. മേഘയുടെ ബാച്ചിൽ നിന്ന് 2ാമത്തെ ആളാണ്. അത് ആദ്യത്തെ 10ൽ 2 പേരെ മേഘയ്ക്ക് അവകാശപ്പെട്ട ആൾക്കാരാണ്, മേഘയുടെ ബാച്ചിലുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ കൺഗ്രാറ്റ്സ്, മേഘയ്ക്ക് ഒരു വലിയ കൺഗ്രാറ്റ്സ്. അപ്പോൾ എപ്പോഴും ഇവിടെ നമുക്ക് ഈ ആദ്യത്തെ 10ൽ ഒരു റാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും 1ാം റാങ്ക് പോലെ തന്നെയാണ് അല്ലേ? വളരെ കുറച്ച് മാർക്കൊക്കെയാണ് നമുക്ക് ആ ഒരു പ്ലേസ് മിസ്സായി പോകുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ അച്ചീവ്മെന്റ് നമ്മൾ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്? ഞാൻ പ്രധാനമായിട്ട് പറയുന്നെങ്കിൽ എൻ്റെ വീട്ടുകാർക്കാണ്. പഠിക്കാനുള്ള മനസ്സിലുപരി നമ്മുടെ പഠിക്കാനൊരു സാഹചര്യം ഒരുക്കി തരിക എന്നതല്ലേ വലിയ കാര്യം. അപ്പോൾ അവരെനിക്ക് നല്ല രീതിയിലൊരു സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് സഹകാരിക്കാണ്. മെയിനായിട്ട് ഞാൻ സഹകാരിയിലേക്ക് വരുന്നത് എൻ്റെ 2 സുഹൃത്തുക്കൾ റെഫർ ചെയ്തിട്ടാണ്. അപ്പോൾ അവർക്കും ഞാൻ ഈ വിജയം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് അഭിനന്ദ് എന്ന് പറയും, ഒന്ന് അരവിന്ദ്. എന്നോടൊപ്പം പഠിക്കാൻ വന്ന ഒരാളാണ് അരവിന്ദ്, പിന്നെ അഭിനന്ദ്. അവർ 2 പേർക്ക് ഞാൻ ഈ വിജയം ഡെഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ അഭിനന്ദിന്റെ ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അഭിനന്ദ് ആദ്യത്തെ ഓൺലൈൻ ബാച്ച് ആയിരുന്നു. ഫസ്റ്റ് ഓൺലൈൻ ബാച്ച്. മനസ്സിലായി. അഭിനന്ദ് ഓൺലൈൻ നമ്മുടെ ഫസ്റ്റ് പരീക്ഷ എഴുതി പോയ കൊല്ലത്തുള്ളത് അല്ലേ? അതെ അതെ. യെസ്, ഓക്കെ. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ സഹകാരിലേക്ക് വരിക, ഗ്രൂപ്പായിട്ട് തന്നെ അഡ്വൈസ് മേടിക്കുക, ഗ്രൂപ്പായിട്ട് തന്നെ ലൈഫ് സെറ്റാക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഒരു ശീലം തന്നെയാണ്. അപ്പോൾ പക്ഷേ എല്ലാവരും ആ ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ടോ എന്ന് വെച്ചാൽ എത്തുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ അതിൻ്റെ ശരിക്കുള്ള കാരണം? ചില ആൾക്കാർ വന്നിട്ട് നിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ചിലർ വന്നിട്ട് നമ്മുടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ല. ചിലർ ഇടയിൽ വെച്ച് ബ്രേക്ക് ആവുന്നുണ്ട്. എന്തായിരിക്കും നിൻ്റെ ഒരു നിരീക്ഷണത്തിൽ? അവര് പാതിയിൽ ഡ്രോപ്പ് ചെയ്യുന്നത് അവരുടെ ഒരു കോമ്പറ്റീഷൻ മെന്റാലിറ്റി മൈൻഡ് സെറ്റ് തന്നെയാണ്. അതാണ് പറഞ്ഞത്, മൈൻഡ് സെറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മൈൻഡ് സെറ്റ് നമുക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ സർവൈവ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മുടെ പരീക്ഷയിൽ CSCB ആണെന്നുണ്ടെങ്കിലും ഇനി വരാൻ പോകുന്ന നമ്മുടെ ഖാദി ബോർഡ് എക്സാം ആണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ ആദ്യം നിങ്ങളെ മൈൻഡ് സെറ്റ് കൃത്യമാക്കുക. അതിൽ അതായത് നിങ്ങൾ ഒരു പരാജയം പെട്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രോബ്ലം നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും. ആ പ്രോബ്ലത്തിന് നിങ്ങൾ കണ്ടെത്തിയിട്ട് മിറ്റിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാ ഉദ്യോഗാർത്ഥികളും വിജയാശംസ വരികയാണ്. അനീഷിനൊപ്പം താങ്ക് യു.